ഒന്ന് ചിന്തിച്ച് നോക്ക്, നമ്മുടെ സ്വന്തം കാറിൽ പറന്നിട്ട് ഓഫീസിൽ പോകണം. ട്രാഫിക്കിൻ്റെ പ്രശ്നമില്ല, പെട്രോൾ അടിക്കണ്ട, തിരിച്ചു അതുപോലെ അത് കൃത്യസമയം പാലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇതൊരു റെഗുലർ ട്രക്കല്ല, ഇതിനകത്തുള്ളൊരു കാറുണ്ട്. ആ കാർ ഏത് സമയത്തും ആകാശത്തൊക്കെ പറക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നൊരു ബട്ടൺ അമർത്തണം, സംഭവം താഴേക്കിറങ്ങും, താനെ റെഡിയാവും, പിന്നെ പറക്കാൻ തയ്യാറായി. ഇത് അധികം വലിപ്പമില്ല, എന്നാലോ പവർഫുള്ളാണ്. ഇതൊരു മനോരാജ്യം എന്നല്ല, ഇത് സോങ് എന്ന് പറഞ്ഞ കമ്പനി ആൾറെഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2024 ഇവർക്ക് 10,000 ഇത്തരം ഫ്ലൈയിങ് കാറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ദുബായിൽ ഇത് ആൾറെഡി പറന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ. ഇതിൻ്റെ വേറെ രസം എന്താ വെച്ചാൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല, കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. നേരെ ഒരു ബട്ടൺ അമർത്തിയാൽ നമ്മൾ ലൊക്കേഷൻ കൊടുത്താൽ പിന്നെ അത് ചെയ്തോടുമല്ല, ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം. ഒരു 3 മണിക്കൂർ ട്രെയിനിങ് ആവശ്യമുണ്ടാവും. ഇതിൻ്റെ ഒരു മദർഷിപ്പ് ഉണ്ട്. ഇത് ഒരു 6 വീൽസുള്ള ഒരു ട്രക്കാണ്. ഇതാണ് ഈ ഫ്ലൈയിങ് കാറിൻ്റെ പവർ ഹൗസ്. അതിന് 1000 കിലോമീറ്റർ ഒറ്റ ചാർജിൽ പോകാൻ പറ്റും. ഒരു 5-6 ട്രിപ്പ് അടിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് വീണ്ടും കയറിയിട്ട് റീചാർജ് ആക്കണം. ഒരു 18 മിനിറ്റ് കൊണ്ട് 80% ചാർജ് കയറും. ഇനി സ്വപ്നം കാണാൻ തുടങ്ങിക്കോ, നിങ്ങൾ സ്വന്തം പറക്കുന്ന കാറിൽ ജോലിക്ക് പോകണം. ട്രാഫിക്കും ഇല്ല, നേരം വൈകുന്ന പ്രശ്നമില്ല. ഇതിൻ്റെ വില ഇപ്പോൾ 2.5 കോടിയാണ്. എന്നാലും 2.5 കോടിക്കൊക്കെ കാറൊക്കെ മേടിക്കുന്നവർ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ചൈനീസ് കമ്പനിയല്ലേ, ഇത് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ട് ആൾറെഡി ഇവർക്ക് 2000 ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓർഡർ കൊടുത്താൽ അടുത്ത കൊല്ലം സാധനം കിട്ടും. നിങ്ങളിപ്പോൾ എന്ത് വിലക്ക് കിട്ടിയപ്പോൾ ഇത് മേടിക്കും?